തിരുവനന്തപുരം നഗരത്തിലെ പുതുവത്സരാഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. രാത്രി 12 മണിക്ക് ശേഷം നഗരത്തിലെ മുഴുവൻ ആഘോഷ പരിപാടികളും അവസാനിപ്പിക്കണം എന്നാണ് നിർദ്ദേശം. മാനവീയം വീഥി ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം നിയന്ത്രണം ബാധകമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തലസ്ഥാന നഗരി. എന്നാൽ ഇത്തവണ സുരക്ഷയെ മാനിച്ച് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസും ജില്ലാ ഭരണകൂടവും. പുതുവത്സരാഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി ഹോട്ടലുകൾ, ബീച്ചുകൾ, റിസോർട്ടുകൾ, ക്ലബ്ബുകൾ എന്നിവ കേന്ദ്രീകരിച്ച വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം കണക്കിലെടുത്ത ഇന്നുവരെ കാണാത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കായി നഗരത്തിലാകെ 1500 പോലീസുകാരെ വിന്യസിപ്പിക്കും. ലഹരി ഉപയോഗം തടയുന്നതിന് പ്രത്യേക സംവിധാനം ക്രമീകരിക്കും. ബീച്ചുകളിലെയും പൊതുയിടങ്ങളിലെയും ആഘോഷ പരിപാടികൾ 12 മണിക്ക് അവസാനിപ്പിക്കണം. ഹോട്ടലുകളുടെയും ക്ലബ്ബുകളുടെയും പുതുവത്സര പാർട്ടികൾ 12:30 വരെ അനുവദിക്കും. മാനവീയം വീതിയിൽ വൈകിട്ട് 7:30 ബാരിക്കേഡുകൾ സ്ഥാപിക്കും. സാധാരണയിൽ കൂടുതൽ സുരക്ഷയും നിയന്ത്രണങ്ങളും മാനവീയത്തുണ്ടാകും. 12 മണിക്ക് തന്നെ മാനവീയത്തും പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ കർശന നിർദ്ദേശം. മാനവീയം പോലത്തെ ഏരിയാസിലെ കൂടി നല്ലപോലെ ബാരിക്കേഡിങ് ചെയ്തിട്ട് നമ്മുടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിട്ട് ആൾക്കാർ അകത്തേക്ക് കയറത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ്സ്, പിന്നെ ബ്രെത്ത് അനലൈസേഴ്സ്, ഈ മദ്യവെച്ച് ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടും ബഹളങ്ങൾ ഉണ്ടാവുമെങ്കിൽ ആ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരുടെ എതിരെ വളരെ കഷ്ടമായിട്ടുള്ള നോൺ അവൈലബിൾ സെക്ഷൻസ് നമ്മൾ ഉണ്ടാകും. FIRസിൽ നോൺ അവൈലബിൾ ഉണ്ടാവും, അവരുടെ വണ്ടി സീസ് ആവും, വീട് റെയ്ഡ് ആവും, ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും. നഗരത്തിൽ ഗതാഗത പരിശോധന കർശനമാക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഉടനടി നടപടിയുണ്ടാകും. പ്രധാന ഇടങ്ങളിലെല്ലാം ലഹരി ഉപയോഗം തടയാൻ പോലീസുകാർ മഫ്തിയിലും ജോലി ചെയ്യും. DJ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിന് പോലീസിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. അനുമതിയില്ലാത്ത പക്ഷം പരിപാടി നടത്തിപ്പുകാർക്കെതിരെയും നടപടിയുണ്ടാകും. പരിപാടി നടത്തുന്നവർ ഒരു എൻട്രി രജിസ്റ്റർ നിർബന്ധമായും സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശബ്ദമലിനീകരണ നിയമങ്ങൾ ലംഘിക്കുന്ന മൈക്ക് ഓപ്പറേറ്റർമാർക്കെതിരെയും കടുത്ത നടപടിയെടുക്കാൻ ശുപാർശയുണ്ട്. ആഘോഷങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷയും. നഗരത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷ ഇടങ്ങളായ മാനവീയം വീഥി ഉൾപ്പെടെ കഴിഞ്ഞ കുറേ നാളുകളായി ആഘോഷത്തിനൊപ്പം ചില ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത് പാടെ ഒഴിവാക്കുകയാണ് ജില്ലാ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ലക്ഷ്യം. ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പുതുവത്സരത്തിന്റെ പേരിൽ, അതിന്റെ ആഘോഷങ്ങളുടെ പേരിൽ വഴിയിലിറങ്ങി നിയമലംഘനം നടത്തിയാൽ അത് കർശനമായി തടയുക തന്നെ വേണം. അതിൽ കർശനമായ നടപടികൾ ഉണ്ടാവുക തന്നെ വേണം. അത് പക്ഷേ നമ്മുടെ ആഘോഷങ്ങളുടെ ശോഭ കെടുത്തുന്ന തരത്തിലാവാതിരിക്കട്ടെ. എന്താണ് പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. തീർച്ചയായിട്ടും വേണം. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സ്ഥലം തുടങ്ങിയിട്ട് ന്യൂ ഇയറിന് അത് തരില്ല എന്ന് വെച്ചാൽ അതിലെന്താണ് ആ പ്രസക്തി ഇല്ല. ആ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ലല്ലോ. ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വി ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ആ ഒരു ഫുൾ പ്ലഷറോടുകൂടി, ആ ഒരു സന്തോഷത്തോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതവിടെ തരുന്നില്ല. ആ ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അന്നേ ദിവസം ഇല്ല, പിറ്റേന്ന് മുതലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിലെന്താ കാര്യമുള്ള? കുറച്ച് പേര് കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മൊത്തം ആൾക്കാരെയും അങ്ങനെ നിയന്ത്രിക്കുന്നത് ശരിയായിരുന്നു തോന്നുന്നില്ല. അങ്ങനെ അത് ശരിയായ നടപടിയല്ല. ന്യൂ ഇയർ എന്ന് പറയുന്നത് തന്നെ ആഘോഷമാകുന്ന തന്നെ 12 മണി ആ ഒരു ഇതാണ്. ആഘോഷങ്ങൾ ഉള്ളതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ വർക്ക് ആണെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ആഘോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം, മൈൻഡ് മാറാനും. പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കണം ആൾക്കാർ. കൃത്യമായി പ്ലാൻ ചെയ്ത് ഇതിന് പറ്റിയ ഒരു കമ്മിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപം കൊടുത്ത്, അത് നഗരസഭാ തലത്തിലാണെങ്കിലും രൂപം കൊടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അങ്ങനെ അടച്ചിടുക എന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ മീൻസ് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുമ്പോഴും വേണ്ടതാണ് ഈ നൈറ്റ് ലൈഫ് എന്നുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.